everyone, welcome back to my YouTube channel. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് എൻ്റെ കറണ്ട് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ലോഷനെ കുറിച്ചാണ്. ബോഡി ലോഷൻസ് ആണ്, മുഖത്ത് ഫേസ് ലോഷൻസ് അല്ല, ബോഡി ലോഷനാണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളതും കുറച്ച് ഹൈ എൻഡ് ആയിട്ടുള്ള ബോഡി ലോഷൻസിനെ കുറിച്ചാണ്. അപ്പം ഞാൻ ആദ്യം കുറച്ച് അഫോർഡബിളിൽ തുടങ്ങാം. അപ്പം ഇതെന്ന് പറയുമ്പം MCafe എന്നുള്ളൊരു ബ്രാൻഡാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡാണ്. ഇത് വാനില ഡ്രീം സീറം ബോഡി ലോഷനാണ്. ഇത് 30 PA++ ഉള്ള SPF കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഡേ ടൈം വെയറിന് പെർഫെക്റ്റ് ആയിരിക്കും. എന്ന് പറയുമ്പം കൊക്കോ ബട്ടർ, വാനില, നൈസിനമൈഡ് ഒക്കെ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒത്തിരി തിക്കല്ല. എന്ന് പറയുമ്പോൾ ഒരു സീറം ബോഡി ലോഷനാണ്. ഇതെന്ന് പറയുമ്പോൾ ഒരു 200 ml ബോട്ടിലാണ്. ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. ഒരു വാനില സോർട്ട് ഓഫ് ഒരു വൈബ് വരുന്നൊരു പാക്കേജിങ്. ഇതിൻ്റെ പ്രൈസ് വന്ന് 499. 500 റുപ്പീസിന് 200 ml ഈ ഒരു ബോട്ടിൽ നല്ലൊരു ഡീലാണ്. നല്ല മണമാണ്, ഒരു വാനില മണമാണ് ഇതിനുള്ള. ഒത്തിരി തിക്കല്ല, അപ്പോൾ ഈ സമ്മർ വെതറിന് പെർഫെക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വന്ന് MCafeൻ്റെ തന്നെ ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞിട്ട് 10% മാഗ്നീഷ്യം ബോഡി ലോഷനാണ്. ഇതും ഒരു കൊക്കോ ബട്ടർ അടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ ഇത് വാനില മണമല്ല, ഇത് ചെറിയൊരു ഓർക്കിഡും കൊക്കോ ബട്ടറിൻ്റെയും ഒക്കെ ഉള്ളൊരു മണം. ഒരു ആലോവേര, ക്യാമമൈൽ അങ്ങനത്തെ ഒരു നല്ലൊരു പ്ലസൻറ്റ്, നമുക്കൊരു കോസി ആയിട്ടുള്ളൊരു വോം തരുന്നൊരു ഫ്രേഗ്രൻസ് ഉള്ളൊരു ലോഷനാണ്. ഇതൊരു എഴുതിയിരിക്കുന്ന ഡീസ്ട്രെസ്സസ്, പിന്നെ പ്രൊമോട്ട്സ് ബെറ്റർ സ്ലീപ്പ് ആൻഡ് ഡീപ്ലി മോയ്സ്ചറൈസ്. അത് സത്യമാണ്, ഭയങ്കര ഒരു കാമിങ് മണമാണ്. അപ്പം നൈറ്റ് ടൈമൊക്കെ നമുക്ക് ബോഡിയിൽ മോയ്സ്ചറൈസേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിട്ടിട്ട് കിടക്കുമ്പോൾ നല്ലൊരു ഒരു കോസി, ഒരു വോംത്ത്, ഒരു ചെറിയൊരു സ്ലീപ്പി, അങ്ങനത്തെ ഒരു ഡീസ്ട്രെസ് ചെയ്യുന്നൊരു മണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ വാനില, വേറെ ഒരു പിങ്ക് വേരിയൻ്റ് ഒക്കെ ഉണ്ട്. എല്ലാം നല്ല മണമാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മേടിച്ചത്. വേറെ വേരിയൻ്റ് ഉണ്ടെങ്കിലും എന്ന് പറയുമ്പം 500 റുപ്പീസിന് 300 ml ആണ് കിട്ടുന്നത്. ഇതാണ് ഏറ്റവും വലിയ ഒരു പാക്കേജിങ്ങിൽ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ കാണിക്കുന്നതിൽ 300 ml 500 റുപ്പീസിന്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും നല്ലൊരു ഹൈ റെക്കമെൻഡ്. നല്ല തിക്ക് ലോഷനാണ്, ഒത്തിരി നല്ല ലൈറ്റ് വെയ്റ്റ് അല്ല. കാരണം നൈറ്റ് ടൈമിന് നമുക്ക് ആ ഒരു മോയ്സ്ചർ നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു തിക്ക് മോയ്സ്ചറൈസറിനെ വേണ്ടേ. അപ്പോൾ അതുപോലത്തെ ഒരു മോയ്സ്ചറൈസറാണ്. ലാസ്റ്റ് എന്ന് പറയുമ്പം റിച്വൽസിൻ്റെ ദ റിച്വൽ ഓഫ് സെക്യൂറ എന്ന് പറഞ്ഞൊരു മാജിക് ടച്ച് ബോഡി ക്രീം. ഇതെന്ന് പറയുമ്പോഴത്തേക്കൊരു റൈസ് മിൽക്ക് ചെറി ബ്ലോസത്തിൻ്റെ ഒരു മണമാണ്. ഭയങ്കര കാമിങ് മണമാണ് ഇതിനുള്ള. ഇത് ചെറിയൊരു പാക്കേജിങ്ങിൽ വരുന്നത്. ഇതിന് വലുതുമുണ്ട്. ഞാൻ ചെറുതാണ് മേടിച്ചത്. ഞാനിപ്പം ഇതൊരു 70 ml ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വലുതും അവൈലബിൾ ആണ്. അപ്പോൾ ഇതും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. നമുക്ക് ഹാൻഡ് ക്രീമായിട്ട് നമ്മളുടെ ബാഗിനകത്ത് വെച്ചേക്കാം. ഇതാണ് അതിൻ്റെ പാക്കേജ്. നെക്സ്റ്റ് വന്ന് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഒരു ബ്രാൻഡിൻ്റെ പെർഫെക്റ്റ് ഇൻ പിങ്ക് എന്നുള്ളൊരു ബോഡി ലോഷനാണ്. ഇത് ഞാൻ ട്രിവാൻഡ്രം ലുലു എന്നാണ് മേടിച്ചത്. അവിടെ ഒരു അതിൻ്റെ ഷോപ്പ് തന്നെയുണ്ട്. എന്ന് പറയുമ്പം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് പറയുമ്പോൾ 2300 പക്ഷേ എനിക്കിത് കിട്ടിയത് 1000 സംതിങ് ആണ്. കാരണം അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫേഴ്സ് ഉണ്ടാവും. ആ ടൈമിൽ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ എന്ന് പറയുമ്പം ആഡഡ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഇത് വൈറ്റമിൻ ഇ ഉണ്ട്, കൊക്കോ ബട്ടർ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഹൈലോണിക് ആസിഡ്, പിന്നെ ഷിയ ആലോ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളെ ബോഡി കെയറുമാണ്, ബോഡി ലോഷനും പ്ലസ് അതിൻ്റെ ഫ്രേഗ്രൻസും ആണ്. അപ്പോൾ ഇത് നല്ലൊരു മണമാണ്. എന്ന് പറയുമ്പോൾ ഒരു 24 hours വരെയും ബോഡി മോയ്സ്ചറൈസർ നിൽക്കും. നല്ല കുറച്ചൊരു തിക്ക് മോയ്സ്ചറൈസറാണിത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നോട്ട്സ് പറയുമ്പോൾ ഒരു വൈബ്രൻറ്റ് ചെറി, വാനില അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ്. നല്ല പാക്കേജിങ് കൂടെയാണ്. ഇതിന് അത്യാവശ്യം ക്വാണ്ടിറ്റി 226 ml വരുന്നുണ്ട്. നിങ്ങൾ ഓഫേഴ്സൊക്കെ വരുമ്പോൾ അവർ ഒത്തിരി വേരിയൻസ് ഉണ്ട്. മണപ്പിച്ച് നോക്കിയിട്ട് ഇഷ്ടമുള്ള എടുക്കാം. ഓഫേഴ്സ് വരുമ്പം മേടിക്കുന്നതായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിന് തന്നെ ബോഡി വാഷും ഉണ്ട്. നെക്സ്റ്റ് വന്ന് കൈലി കോസ്മെറ്റിക്സിൻ്റെ ഒരു ബോഡി ലോഷനാണ്. ഇത് വാനില ബോഡി ലോഷനാണ്. ചെറിയൊരു പിങ്ക് പാക്കേജിങ്, ഒത്തിരി ഉപയോഗിച്ച് തീരാറായി. അപ്പോൾ ഇതൊരു 327 ml ആണ് വന്നിരിക്കുന്നത്. ഇതൊരു 2000 റേഞ്ചിലാണ് വരുന്നത്. ഇത് നമ്മളുടെ നൈക്കയിൽ അവൈലബിൾ ആണ്, ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
ഇത് ജസ്റ്റ് തന്നെ നോട്ട് വാനിലായി മാത്രമാണ്, വേറെ ഒരു നോട്ടും അതിനകത്തില്ല. അതുകൊണ്ട് നല്ലൊരു പ്ലസൻറ്റ് വാനില സ്മെൽ മാത്രമുണ്ട്. ഒത്തിരി നേരം മോയ്സ്ചറൈസർ നിൽക്കുകയും ചെയ്യും. അപ്പം അതാണ് കൈലി സ്കിന്നിൻ്റെ ആണ്. നെക്സ്റ്റ് വന്ന് വിക്ടോറിയ സീക്രറ്റിൻ്റെ വെരി സെക്സി നൈറ്റ് എന്നുള്ളൊരു ഫൈൻ ഫ്രേഗ്രൻസ് ലോഷനാണ്. ഇതും ഒരു ലൈറ്റ് വെയ്റ്റ്, ഒത്തിരി ബോഡി ബട്ടർ പോലെയല്ല, കുറച്ച് ലൈറ്റ് വെയ്റ്റ് ഉള്ള മോയ്സ്ചറൈസറാണ്, ബോഡി മോയ്സ്ചറൈസറാണ്. ഫേസിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ബോഡിയിൽ ഉപയോഗിക്കാം. ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു നൈറ്റ് ടൈം വെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒരു മസ്കി, ഒരു ചെറിയൊരു ഊതിൻ്റെ ഒക്കെ ഉള്ളൊരു മണം വരുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല മണമാണ്. വേറെ പെർഫ്യൂം ഒന്നും അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു ബോഡി ലോഷൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രേഗ്രൻസ് ഉണ്ടാവും. ഇതാണ് ആ ഒരു ലോഷൻ. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 250 ml ആണ് വരുന്നത്. അതിന് ഉള്ള പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2000 റേഞ്ചിലുണ്ടാവും. പക്ഷെ അത് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. കുറച്ച് മതിയാവും, നല്ല ഇതിൽ മോയ്സ്ചറൈസേഷൻ നിൽക്കും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റും വന്ന് വിക്ടോറിയ സീക്രറ്റിൻ്റെ തന്നെ അവരുടെ ബോംഷെൽ റേഞ്ചിലുള്ള ഒരു പെർഫ്യൂമിൻ്റെ ലോഷനാണ്. നല്ല ഭംഗിയുള്ള പാക്കേജ്. ഇതിൻ്റെ ലൈറ്റ് പിങ്ക് കളർ ഒരു വേർഷനുണ്ട്. എനിക്ക് അതിനേക്കാളും ഇഷ്ടം മണം ഇതാണ്. ഇത് അതിൻ്റെ പേര് പാഷൻ ആണ്, ബോംഷെൽ പാഷൻ. നല്ലൊരു പാക്കേജിങ് ആണ്, ഒരു പിങ്ക് കളർ. ഇതും ഒരു 250 ml ഉണ്ട്. ഇതും മറ്റേ ബ്ലാക്കിൻ്റെ പോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുമ്പം ഇതിൻ്റെ മണം എന്ന് പറയുമ്പോൾ ഒരു ഡേ ടൈം വെയർ ആയിട്ട് എനിക്ക് തോന്നുന്നു. നല്ലൊരു സ്വീറ്റ് ചെറിയൊരു ഫ്ലോറൽ മണമാണ് ഇതിനുള്ളത്. എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ജാസ്മിൻ്റെയോ അങ്ങനത്തെ ഉള്ള മണമൊന്നുമില്ല, നല്ലൊരു പ്ലസൻറ്റ് മണമാണ്. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതും ഈ വാനില വ്യത്യാസം എന്ന് പറയുമ്പം ഇത് ഒട്ടും വാനിലായി ഒന്നുമല്ല, ഇത് ചെറിയൊരു ഫ്രൂട്ടി, ഒരു ചെറിയൊരു ഫ്ലോറൽ ഫെമിനിൻ ഫ്രേഗ്രൻസ് ആണ്. നല്ലൊരു പാക്കേജിങ് കൂടെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.